താഴ്വരയാകെ ഒരിക്കൽ ഒരു വലിയ തടാകത്താൽ നിറഞ്ഞിരുന്നു. കടലോളം വലിപ്പമുള്ള ഒരു തടാകം. ഒരിക്കൽ അതിലൊരു ജ്വാല ഉദയം കൊണ്ടു. ആ ജ്വാല ഒരു താമരയായി മാറി. ആകാശത്തോളം വലിയ ഒരു താമര. അപ്സരസ്സുകൾ അതിലൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു. അവരുടെ പാദങ്ങൾ തൊട്ടതും തടാകം ഒരു താഴ്വരയായി. ആ താഴ്വരയാണ് പിൽക്കാലത്ത് നേപ്പാളായി മാറിയത്. ഇത് വെറുമൊരു പുരാണ കഥയായിരിക്കാം. പക്ഷേ നേപ്പാൾ എന്ന പേര് ലഭിക്കും വരെ ഈ താഴ്വര അറിയപ്പെട്ടിരുന്നത് സ്വയം സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന സ്വയംഭൂ എന്നായിരുന്നു. തടാകത്തിൽ ജ്വാല കണ്ട ഇടത്തിൽ ഇന്നൊരു സ്മാരക സ്തൂപമുണ്ട്. സ്വയംഭൂനാഥ സ്തൂപം. സ്വയം ഉദയം കൊണ്ട ആ ജ്വാലയുടെ ഒരിക്കലും അണയാത്ത ഓർമ്മകൾ ഇന്നും ഇവിടെ ജ്വലിക്കുന്നു. സ്വയംഭൂനാഥ സ്തൂപത്തെക്കുറിച്ചുള്ള ഇതിലും മികച്ച മിത്തുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇത്രയേറെ ദൃശ്യഭംഗി അവയ്ക്കൊന്നുമില്ല. കാണാൻ കാഠ്മണ്ഡുവിൽ ഇന്ന് നമ്മൾ കാണുന്നത് സ്വയംഭൂനാഥ സ്തൂപം. കാഠ്മണ്ഡുവിൻ്റെ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒരു ലാൻഡ്മാർക്ക് പോലെ നമ്മൾ കാണുന്ന ഇടമാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. വാനര ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് എങ്ങനെ ആ പേര് വന്നു? ഇവിടെ വന്നാൽ നമ്മൾ കാണാതെ പോകരുതെന്ന്, അറിയാതെ പോകരുത് എന്നൊക്കെ പറയാവുന്നത് എന്തൊക്കെയാണ്? പോകാം സ്വയംഭൂ ക്ഷേത്രത്തിലേക്ക്. നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിലെ ഒരു കുന്നിന്മേൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ബുദ്ധമത കേന്ദ്രമാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. സ്വയംഭൂനാഥ സ്തൂപം, അനവധി ചെറു ക്ഷേത്രങ്ങൾ തുടങ്ങിയവ കൂടിച്ചേർന്നതാണ് സ്വയംഭൂനാഥ ക്ഷേത്രം. ഇവിടം വാനര ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി അധിവസിക്കുന്ന വാനരന്മാർ മൂലമാണ് ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. കുരങ്ങന്മാരെ ഇവിടെ പവിത്രമായ ജീവിയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാവാം സ്വയംഭൂനാഥ ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടിൻ്റെ സമീപത്തെല്ലാം ധാരാളം കുരങ്ങന്മാരെ കണ്ടു. അക്കൂട്ടത്തിൽ ആരെയും കൂസാതെ ഞാനാണ് ഇവിടെ അധികാരി എന്ന മട്ടിലിരിക്കുന്ന ഒരു കുരങ്ങനെയും കണ്ടു. കുരങ്ങന്മാരെ ഓമനിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക, കുരങ്ങന്മാരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുക തുടങ്ങിയവയാണ് സ്വയംഭൂനാഥ് സന്ദർശിക്കുന്നവരിൽ പലരുടെയും പ്രധാന പരിപാടി. ഉപദ്രവിക്കാൻ വരുന്നവരെ ഓടിച്ചിട്ട് ആക്രമിക്കാനും ഇവിടുത്തെ കുരങ്ങന്മാർ മടിക്കാറില്ല. ഇവിടെ വരുന്ന ഭക്തരിൽ വലിയൊരു ശതമാനവും ഇവിടുത്തെ കുരങ്ങന്മാരെ ദൈവതുല്യരായാണ് കാണുന്നത്, കരുതുന്നത്. നമുക്കെന്തായാലും കുരങ്ങന്മാരുടെ പിറകെ നടന്ന സമയം കളയാതെ സ്വയംഭൂനാഥ ക്ഷേത്രം കാണാം. ബുദ്ധമതസ്ഥരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ഇവിടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ഇടം കൂടിയാണ്. ലോകത്താകമാനം 23 മുതൽ 50 കോടി വരെ അനുയായികളുള്ള ഒരു മതവും ചിന്താധാരയുമാണ് ബുദ്ധമതം. ബുദ്ധമതാനുയായികളിൽ ഭൂരിഭാഗവും ഏഷ്യയിലാണ് വസിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ മതത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ച് വരുന്നുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് വൻ പ്രചാരം സിദ്ധിച്ചിരുന്നു. അതിരുകടന്ന ഭോഗാസക്തിക്കും ആത്മപീഡന മുറകളായ സന്യാസത്തിനും ഇടയ്ക്കുള്ള മധ്യമ പദ്ധതിയാണ് ബുദ്ധമതത്തിലുള്ളത്. ഇതാണ് ബുദ്ധൻ്റെ ഉപദേശം. സർവം അനിത്യം, സർവം ദുഃഖം, സർവം അനാത്മം എന്നിങ്ങനെയുള്ള അസ്തിത്വ ലക്ഷണങ്ങളിലൂന്നിയാണ് ജീവിക്കേണ്ടത്. ഏതിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന തത്വം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. ലളിതമായ നന്മയാണ് ബുദ്ധ പ്രബോധനങ്ങളുടെ ജീവൻ. അതൊരു ജീവിത രീതിയാണ്. എല്ലാം ദുഃഖമയമാണെന്നും ദുഃഖത്തിന് കാരണം തൃഷ്ണയാണെന്നും ബുദ്ധമതം പഠിപ്പിക്കുന്നു. തൃഷ്ണയെ അകറ്റുക വഴി ദുഃഖ വിമുക്തമാകാമെന്നും അതിനായി അഷ്ടമാർഗങ്ങൾ ഉണ്ട് എന്നും ബുദ്ധമതം പഠിപ്പിക്കുന്നുണ്ട്. ഈ 4 സത്യങ്ങൾ ആര്യസത്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സ്വയം ആവിർഭവിച്ചത് എന്നാണ് സ്വയംഭൂ എന്ന വാക്കിൻ്റെ അർത്ഥം. അനാദ്യന്തമായ സ്വയം അസ്തിത്വമുള്ള ജ്യോതിയിൽ നിന്നാണ് ഈ പേര് വന്നത്. ഈ ജ്യോതിയിലാണ് പിന്നീട് സ്വയംഭൂനാഥ സ്തൂപം പണിതീർത്തത് എന്നാണ് വിശ്വാസം. സ്വയംഭൂ പുരാണമനുസരിച്ച് ഈ താഴ്വര ഒരു കാലത്ത് അതിബൃഹത്തായ ഒരു തടാകമായിരുന്നു.
നേപ്പാളിലെ വളരെ പഴക്കം ചെന്ന ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഒന്നാണ് സ്വയംഭൂനാഥ്. ഗോപാല രാജവംശാവലിയിൽ പറയുന്നതനുസരിച്ച് നേപ്പാൾ രാജാവായിരുന്ന മാനവേന്ദ്രൻ്റെ പ്രപിതാമഹൻ വൃക്ഷദേവൻ 5-ാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ ഇതിന് തെളിവാണ്. ക്രിസ്ത്വബ്ദം 3-ാം നൂറ്റാണ്ടിൽ അശോകൻ ഇവിടം സന്ദർശിച്ചിരുന്നു. ഈ കുന്നിൻ മുകളിൽ അന്ന് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രം പിൽക്കാലത്ത് തകർക്കപ്പെടുകയുണ്ടായി. സ്വയംഭൂനാഥ് ഒരു ബുദ്ധമത കേന്ദ്രമായാണ് കണക്കാക്കുന്നത് എങ്കിലും ഹൈന്ദവർക്കും ഇത് പൂജനീയമായ സ്ഥലമാണ്. പ്രതാമലൻ തുടങ്ങിയ അനവധി ഹിന്ദു രാജാക്കന്മാർ നാം ഇന്ന് കാണുന്ന സ്വയംഭൂനാഥിൻ്റെ നിർമ്മാണത്തിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വയംഭൂനാഥിലെ സ്തൂപം 2010 പുതുക്കി പണിതിരുന്നു. 200 കിലോ സ്വർണമാണ് സ്തൂപമകുടം പൊതിയുവാനായി ഉപയോഗിച്ചത്. നവീകരണ പ്രവർത്തനങ്ങൾ 2008 ആരംഭിച്ചത്. സ്വയംഭൂനാഥിലെ സ്തൂപം ഒരു വെളുത്ത അർദ്ധകുംഭത്തിന്മേലാണ് ഉള്ളത്. അർദ്ധകുംഭത്തിൻ്റെ മുകളിൽ ഘനാകാരമുള്ള സ്തൂപത്തിൽ 4 ദിക്കിലേക്കും ദർശനമായി ഭഗവാൻ ബുദ്ധൻ്റെ നേത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. സ്തൂപത്തിൻ കീഴിലുള്ള അർദ്ധകുംഭകം ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു വ്യക്തി ഇഹലോക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടുമ്പോൾ അവൻ പരിജ്ഞാനമുള്ളവനും പരമാനന്ദം അറിയുന്നവനുമായി തീരുന്നു. സ്തൂപത്തിന്മേൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭഗവാൻ ബുദ്ധൻ്റെ കണ്ണുകളിലൂടെയാണ് ഇത് പ്രതീകവത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീബുദ്ധൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെയും സഹാനുഭൂതിയെയും സൂചിപ്പിക്കുന്നു. സ്വയംഭൂനാഥ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്വയംഭൂനാഥ സ്തൂപം ഒരു പുരാതന ബുദ്ധമത പ്രദേശമായി കാഠ്മണ്ഡുവിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ പ്രത്യേകതയാണ് അവിടുത്തെ ശക്തമായ ആത്മീയ അന്തരീക്ഷം. സ്വയംഭൂനാഥ സ്തൂപത്തിൻ്റെ മുകളിലുള്ള ബുദ്ധൻ്റെ കണ്ണുകൾ ലോകത്തെ നിരീക്ഷിക്കുന്നതായി കരുതപ്പെടുന്നു. അങ്ങനെയാണ് സങ്കല്പം. ഇത് ഭക്തരിൽ ആഴത്തിലുള്ള ശാന്തിയും പ്രചോദനവും സമ്മാനിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, സ്വയംഭൂനാഥ് ഒരു മതനിരപേക്ഷ സ്ഥലമാണ്. ഇവിടെ ബുദ്ധമതവും ഹിന്ദുമതവും ഒരുമിച്ച് പൂജിക്കപ്പെടുന്നു. ഈ സ്തൂപത്തിനു ചുറ്റും ഹിന്ദു ക്ഷേത്രങ്ങളും ബുദ്ധമത ഗോമ്പകളും നിലനിൽക്കുന്നു. ഇത് വിവിധ സംസ്കാരങ്ങളുടെ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ സഹവർത്തിത്വം ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ആകർഷണീയമാണ്. മൂന്നാമത്തെ സവിശേഷത, സ്വയംഭൂനാഥിൻ്റെ വാസ്തുശില്പ സൗന്ദര്യവും പൈതൃകവുമാണ്. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സ്തൂപം പഴയ പത്മശാല ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇവിടുത്തെ പ്രതിമകൾ, ചിത്രങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നിവ ഐതിഹ്യവും കലയും പ്രകടിപ്പിക്കുന്നു. ഇത് ഒരു ജീവനോട് കൂടിയ ചരിത്ര പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. നാലാമതായി, ഈ സ്ഥലം കുരങ്ങൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. കാരണം ഇവിടെ ഒരുപറ്റം വിശുദ്ധ കുരങ്ങന്മാർ ജീവിക്കുന്നു. ഈ കുരങ്ങന്മാർ ഭക്തരുടെ സംരക്ഷകരായി കരുതപ്പെടുന്നു. അവർക്ക് ഭക്ഷണവും സംരക്ഷണവും നൽകുന്നു. ഇത് സന്ദർശകർക്ക് ഒരു വേറിട്ട അനുഭവമാണ്. അവസാനവും പ്രധാനപ്പെട്ടതുമായ പ്രത്യേകത കാഴ്ചയുടെ സൗന്ദര്യമാണ്. സ്വയംഭൂനാഥ സ്തൂപത്തിൻ്റെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. പക്ഷേ അതിലും മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ. ഉയരമുള്ള മലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കാഠ്മണ്ഡു താഴ്വരയുടെ പനോരമിക് വീക്ഷണം ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. പ്രകൃതിയുടെയും ആത്മീയതയുടെയും ഒരു അപൂർവ കൂടിച്ചേരലാണ് ഇത്. സ്വയംഭൂനാഥ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങും മുൻപ് അതിൻ്റെ പരിസരത്ത് കണ്ട ചെറിയൊരു ടീ ഷോപ്പിൽ ഒരു ബബിൾ ടീ കുടിക്കാനായി കയറി. नमस्ते सर, आप बोलिए ये बबल टी में क्या क्या होगा? बबल टी में मिल्क में बनते हैं ये, अब बाबा तो ये मैं के भन्छ त्यसलाई साबुदाना से बनते हैं वो बाबा. वो क्या है? बाबा बोलते हैं. फिर ल्याउँदा त्यो मैं त्यो बाबा ऐसा होता है ये बाबा. हम थोड़ा थोड़ा बनाते हैं. मैं तो एक बार पिया था. इसका कुछ हेल्थ बेनिफिट है? हम इसमें सब ये फ्रेश हम थोड़ा थोड़ा बनाते हैं, वो ज्यादा नहीं बनाते. हम ये खत्म होगा तो फिर हम बनाएंगे.
ऐसा ओ, ओके। ये बना के नहीं रखते, ये बना के रखे तो इसका टेस्ट आएगा, ये जैसा टेस्ट में होगा वो नहीं होगा इसमें। ये हम फ्रेश बना दे ये बाबा। अब और ये मिल्क में बना दे और फ्लेवर होता है इसमें। अब आपको कौन सा पसंद है, वेनिला, स्ट्रॉबेरी, ब्लूबेरी, कौन सा आपका, रेड वेलवेट और कोकोनट सब है इसमें, जिस मेनू में है ये सब होगा। ആ ടീ ഷോപ്പിൻ്റെ 2ാം നിലയിലെ ചെറിയ ജാലകം തുറന്നാൽ സ്വയംഭൂനാഥൻ്റെ കണ്ണുകൾ നേർക്കുനേർ കാണാമായിരുന്നു. സ്വയംഭൂനാഥ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ കാഠ്മണ്ഡുവിൻ്റെ നഗരദൃശ്യങ്ങൾ ബേർഡ്സ് ഐ വ്യൂവിൽ കാണാം. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാനും അത് എടുത്തു കൊടുക്കാനുമൊക്കെ ഇവിടെ ധാരാളം പേരുണ്ട്. സ്വയംഭൂനാഥ പരിസരത്തെ ചില ഫോട്ടോഗ്രാഫേഴ്സിനോട് സംസാരിച്ചു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആ ചെറുപ്പക്കാർ. तो यहाँ बहुत सारे फोटोग्राफर्स है तुम्हारा जैसा. ओके. हाउ मच यू आर चार्जिंग फॉर दिस टू टेक वन फोटोग्राफ और वीडियो को 50 50 ओके. ओ 50 रुपीज को तुम एक रील बना कर देगा. ओके. फोटो 20 पर डे 3000 नॉर्मल अर्निंग. 3000 कभी 5000 10,000. Oh, एक दिन one day you will get 10,000. Oh, that's a good money, right? Okay. लेकिन ये सारा दिन नहीं मिलेगा. सारा दिन मिलेगा तो पैसे मिलेगा तो आदमी नहीं आएगा सारा दिन. पाताल से आता है. ओनली नेपाली लोग खींचते हैं फोटो. नेपाली लोग ही करेगा. ओके. खींचते भगवान को खींचते आदमी के नहीं खींचते. ओके. दाई आउने इंटरव्यू दिन. इंटरव्यू दिन. ओह, बहुत लोग हैं ना. ये यहाँ कितना फोटोग्राफर्स है टोटल? 200. You all are looking very stylish. Yeah. क्या तुम लोग सिर्फ ये फोटोग्राफ करता है और पढ़ता है? कोई पढ़ता है, कोई कैमरा चलाता है. ओके. हम नहीं कोई पढ़ता ना, खुद ही पढ़ता है. बेरोजगारी गैंग. मेन बेरोजगारी ये. ओके. मेन फोटोग्राफर, chief photographer of group, right? Professor. Yeah, okay. Professor photographer. नाम तिलाले सलिन. Oh, which camera you people are using? 5D. Yeah. Canon 5D, right? Yeah. Oh, okay, great. You are from I'm from Kerala. India. India. Yeah. केरला. Okay, bros. नमस्ते. Okay, bros. Namaste. Bye-bye. സ്വയംഭൂനാഥ സ്തൂപം കാണാനുള്ള ആവേശത്തിൽ പടിക്കെട്ടുകൾ ഓടിക്കയറുന്നതിനിടയിൽ വഴിയരികിലെ കച്ചവടക്കാരോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. പടിയിറങ്ങി തിരിച്ചു നടന്നപ്പോഴാണ് ആ വഴിയോര വാണിഭക്കാരോടൊക്കെ സംസാരിച്ചത്. നാട്ടിലെ ചില സുഹൃത്തുക്കൾക്ക് നൽകാൻ കൗതുകമുള്ള ചില സുവനീറുകൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. സ്വയംഭൂനാഥ ക്ഷേത്രത്തിനടുത്തുള്ള തെരുവ് വ്യാപാരികൾ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവനാഡിയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പടികളുടെ അടിവശത്തും ചുറ്റുമായി നിരവധി വ്യാപാരികൾ തങ്ങളുടെ ചെറിയ കടകളോടുകൂടി സജ്ജമായി ഇരിക്കുന്നു. പരമ്പരാഗത നേപ്പാളി കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ, ചിത്രങ്ങൾ, വിവിധതരം കീ ചെയിനുകൾ, വിൻ ചിമ്മുകൾ, ടിബറ്റൻ പ്രെയർ ഫ്ലാഗ്സ്, ഡ്രീം കാച്ചേഴ്സ്, സിംഗിങ് ബൗൾസ്, പ്രാർത്ഥനാ ഫലകങ്ങൾ മുതലായവ വിൽക്കുന്നു. ഇത് സന്ദർശകർക്ക് ആകർഷണീയമാണ്.
ഇതിനൊന്നും നിശ്ചിതമായ വിലയില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്ദർശകൻ്റെ നാഷണാലിറ്റിക്കും സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ചിട്ടാണ് ഇവരുടെ കച്ചവടവും വിലപേശലും. ഒരേ സാധനം 100 നേപ്പാൾ രൂപയ്ക്കും 1000 നേപ്പാൾ രൂപയ്ക്കും ഇവിടെ കിട്ടും. അത് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വയംഭൂനാഥ ക്ഷേത്ര പരിസരത്തെ സജീവമായി നിലനിർത്തുന്നത് ഈ വിപണിയാണ്, ഈ വഴിവാണിഭക്കാരാണ്. അടുത്ത ഒരു ഭാഗത്തോടെ കാണാം കാഠ്മണ്ഡു അവസാനിക്കുകയാണ്. കാഠ്മണ്ഡുവിലെ ഹിൽ സ്റ്റേഷനായ ചന്ദ്രഗിരിയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. കാത്തിരിക്കുക, കാണാം കാഠ്മണ്ഡു.